കേരളം PM ശ്രീയുടെ MOU സൈൻ ചെയ്തിരിക്കുന്നു. എന്താണ് PM ശ്രീ? എന്തുകൊണ്ട് അതിനെ പ്രശ്നവൽക്കരിക്കുന്നു? CPM-ഉം CPI-യും DMK-യും അടക്കമുള്ള ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ പദ്ധതിയാണ് എന്ന് ഉറച്ചു പറഞ്ഞ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NEP 2020 നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ എളുപ്പവഴിയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. തമിഴ്നാട്ടിൽ DMK-യുടെ സ്റ്റാലിനും വെസ്റ്റ് ബംഗാളിൽ തൃണമൂലിന്റെ മമതയുമെല്ലാം PM ശ്രീ അടക്കമുള്ള പദ്ധതികളോടൊന്നും സഹകരിക്കില്ല എന്ന് ഉറച്ചു നിലപാടെടുക്കുന്നു. അപ്പൊ പിന്നെ കേരളത്തിൽ LDF-ന്റെ ഘടകകക്ഷികൾ NEP-യുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റിയത് കൊണ്ടാണോ ഇപ്പോ ഒപ്പുവെച്ചത്? നോ, അല്ല. CPI-യുടെ ബിനോയ് വിശ്വം ഇപ്പോഴും ഈ നടപടിയെ തള്ളി പറയുന്നുണ്ട്. PM ശ്രീയോട് സഹകരിക്കുമ്പോഴും NEP-ക്കും കാവ്യവൽക്കരണത്തിനും എതിരാണ് എന്നാണ് ബഹുമാന്യ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി പറയുന്നത്. ഈ ഒപ്പിന്റെ പിന്നിലെ യഥാർത്ഥ പ്രചോദനം കാശാണ്. കൂടെ വേറെ ഭീഷണികളുണ്ടാവാം. നിലവിൽ തന്നെ ഒരുപാട് കടങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. സ്കൂൾ ഉച്ചക്കഞ്ഞിയും വാർദ്ധക്യ പെൻഷനും പോലെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും ഒന്നിലധികം തവണ കഴിഞ്ഞ വർഷത്തിൽ കേരളത്തിൽ മുടങ്ങിയിരുന്നു. ആ കേരളത്തിന് ഈ ഒരു ഒപ്പിലൂടെ മാത്രം ലഭിക്കുന്നത് 1500 കോടിയാണ്. ആ കാശ് വിദ്യാഭ്യാസ മേഖലയിലെ ചില പുരോഗതികൾക്കെല്ലാം സഹായിച്ചേക്കാമെങ്കിലും ആത്യന്തികമായി ആ പുരോഗമനങ്ങളിലൂടെ കണ്ണിൽ പൊടിയിട്ട് കേന്ദ്രം നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ തങ്ങളുടെ കാവ്യവൽക്കരണം തന്നെയാണ്. വിദ്യാഭ്യാസം എന്നത് സംഘപരിവാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന മേഖലകളിൽ ഒന്നാണ്. അടുത്ത തലമുറ ഞങ്ങളെപ്പോലെ മാത്രമേ ഈ ലോകത്തെ കാണാൻ പാടുള്ളൂ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേ അവർ പഠിക്കാൻ പാടുള്ളൂ എന്ന വാശി അവരുടെ അജണ്ടകളിലുണ്ട്. എന്ത് വില കൊടുത്തു, അതിന് ബില്യണുകളാണെങ്കിലും സംഘപരിവാറിന്റെ അടുത്ത തലമുറയെ മുഴുവൻ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കലാണ് ഈ കാലത്തെ ധർമ്മം.